ദൈവനാമത്തിന് മഹത്വം. നിങ്ങൾക്കെല്ലാവർക്കും സന്ധ്യാവന്ദനം. ബഹുമാനപ്പെട്ട പാസ്റ്റേഴ്സിനും എൽഡേഴ്സിനും ചർച്ചിന് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവവചനം കേൾക്കാനായി ദൈവസ്ഥനിൽ വന്നു ചേർന്ന ദൈവമക്കൾക്കും യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനം. ഒരു പ്രാവശ്യം കൂടെ ഇവിടെ വന്ന് ശുശ്രൂഷിപ്പാൻ നിങ്ങളെനിക്ക് അവസരമൊരുക്കിയതിൽ സ്നേഹമുണ്ട്, നന്ദിയുണ്ട്. ഈ ചർച്ച് ഈ പട്ടണത്തിൽ കർത്താവിന് വേണ്ടി ഇനിയും അധികം ഫലം കായ്ക്കുകയും വർദ്ധിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എറണാകുളം പട്ടണത്തെ നേടുവാൻ ഈ സഭയെ ദൈവം ഉപയോഗിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് രാത്രി വന്നു ചേർന്ന എല്ലാവരെയും കർത്താവ് തൻ്റെ വചനത്താലും തൻ്റെ ആത്മാവിനാലും സ്പർശിക്കുവാൻ പോകുന്നു. അതിനുവേണ്ടി നമ്മുടെ ഹൃദയത്തെ നമുക്ക് ഒരുക്കാം. പ്രിയ കർത്താവേ, ഞങ്ങൾ തിരുമുഖത്തേക്ക് നോക്കുന്നു. ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ ഇഷ്ടം ഞങ്ങളെ അറിയിക്കണമേ. അവിടുത്തെ ആലോചന ഞങ്ങളെ അറിയിക്കണമേ. ഇന്നിവിടെ ആരെങ്കിലും ആദ്യമായി വന്നിട്ടുണ്ടെങ്കിൽ, പുതുതായി വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ സന്ദേശം മനസ്സിലാകാനുള്ള കൃപ നൽകണമേ. ഏറ്റവും ഒടുവിലത്തെ ആൾക്ക് പോലും മനസ്സിലാകുന്നത് പോലെ ഇത് പങ്കുവയ്ക്കുവാൻ അടിയനെ സമർപ്പിക്കുന്നു. ശരീരഭാഷയെയും ശബ്ദത്തെയും അവിടുന്ന് നിയന്ത്രിക്കണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. നിങ്ങളോട് സംസാരിപ്പാൻ ദൈവം എൻ്റെ മനസ്സിൽ തന്നത് യിരെമ്യാ പ്രവചനം 12-ാം അധ്യായം 5-ാമത്തെ വാക്യമാണ്. യിരെമ്യാ പ്രവചനം 12 കാലാളുകളോടുകൂടെ ഓടിയിട്ട് നീ ക്ഷീണിച്ചു പോയാൽ കുതിരകളോട് എങ്ങനെ മത്സരിച്ചോടും? താങ്ക് യു. നമുക്കൊരുമിച്ച് പറയാം. കാലാളുകളോടുകൂടെ ഓടിയിട്ട് നീ ക്ഷീണിച്ചു പോയാൽ കുതിരകളോടുകൂടെ എങ്ങനെ മത്സരിച്ച് ഓടും? അടുത്ത വാക്യം. സമാധാനമുള്ള ദേശത്ത് നീ നിർഭയനായിരിക്കുന്നു, എന്നാൽ യോർദാന്റെ വൻ കാട്ടിൽ നീ എന്തു ചെയ്യും? സമാധാനമുള്ളത് ഏറ്റു പറയരുത്. സമാധാനമുള്ള ദേശത്ത് നീ ഭയത്തോടെ ഇരിക്കുന്നു എങ്കിൽ എന്നാണ് യഥാർത്ഥ തർജ്ജിമ. സമാധാന ദേശത്ത് നിർഭയനായിരിക്കുന്നത് സ്വാഭാവികമാണ്. എന്നാൽ സമാധാന ദേശത്ത് പോലും ഭയത്തോടെ ഇരിക്കുന്നുവെങ്കിൽ ശരിക്കും പേടിക്കേണ്ട സമയം വരുമ്പോൾ നീ എന്ത് ചെയ്യും? സ്തോത്രം, 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 സ്തോത്രം. ഇതിൽ നിന്ന് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന സന്ദേശം ഇതാണ്: ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള സ്വപ്നത്തിൽ നിങ്ങൾ പ്രവേശിക്കുക. ദൈവത്തിന് എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ഒരു സ്വപ്നമുണ്ട്. ആ സ്വപ്നത്തിലേക്ക് നാം പ്രവേശിക്കണം. അതാണ് ഈ പ്രാർത്ഥന കൊണ്ട് സാധിക്കേണ്ടത്. കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി യുവാക്കളോട് സംസാരിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു:
നിങ്ങൾക്കൊരു സ്വപ്നമുണ്ട്. നിങ്ങളുടെ പേരൻസിന് നിങ്ങളെക്കുറിച്ചൊരു സ്വപ്നമുണ്ട്. ഞങ്ങൾക്ക്, അതായത് ഗവൺമെൻറ്റിന് നിങ്ങളെക്കുറിച്ച് ഒരു സ്വപ്നമുണ്ട്. ഒരു വാക്കൂടെ കടത്തി പറഞ്ഞാൽ, സൃഷ്ടാവിന് നിങ്ങളെക്കുറിച്ചൊരു സ്വപ്നമുണ്ട്. അടുത്തിരിക്കുന്ന 1-2 പേർക്ക് കൈ കൊടുത്തിട്ട് പറയണം, ദൈവത്തിന് നിന്നെക്കുറിച്ച് ഒരു സ്വപ്നമുണ്ട്. Praise the Lord, praise the Lord, praise the Lord. ദൈവത്തിൻ്റെ സ്വപ്നത്തിലേക്ക് നാം ഇതുവരെയും എത്തിയിട്ടില്ല. ദൈവത്തിൻ്റെ സ്വപ്നത്തിലേക്ക് നാം ഇതുവരെയും എത്തിയിട്ടില്ല. ദൈവത്തിൻ്റെ സ്വപ്നത്തിലേക്ക് നമ്മെ എത്തിക്കുവാനാണ് നമ്മുടെ ലൈഫിൽ വന്നുകൊണ്ടിരിക്കുന്ന വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങൾ. നമുക്ക് നമ്മെക്കുറിച്ചുണ്ടായിരുന്ന എല്ലാ സ്വപ്നങ്ങളും നടന്നിട്ടില്ല എന്നല്ലേ സത്യമായിട്ടും നമുക്ക് പറയാൻ കഴിയുന്നേ. 70 വയസ്സുള്ള ഒരമ്മയും 72 വയസ്സുള്ള ഒരു അപ്പാപ്പനും ഒരു കൗൺസിലിങ്ങിന് വേണ്ടി പോയി. കുടുംബ പ്രശ്നം കാരണം ഒരു വിധത്തിലൊക്കെ പറഞ്ഞു തീർത്ത് പുറത്തേക്ക് വന്നപ്പോൾ അമ്മച്ചി കൂട്ടുകാരിയോട് പറഞ്ഞു, എനിക്കിതിനേക്കാളൊക്കെ ഒത്തിരി നല്ല ആലോചന വന്നതായിരുന്നു. ആ അമ്മച്ചിയുടെ സ്വപ്നം നടന്നില്ല അല്ലേ? പിന്നെ അങ്ങ് കഴിഞ്ഞുകൂടി പോവുകയാണ്. പലരും അങ്ങനെയാണ്, പറയുന്നില്ലെന്നേ ഉള്ളൂ. എൻ്റെ സ്വപ്നങ്ങളെല്ലാം പൂർത്തിയായി എന്ന് പറയാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടോ? ഏതായാലും ഞാൻ കൈവക്കാൻ പറയുന്നില്ല. നമ്മുടെ സ്വപ്നങ്ങൾ പലതും നടക്കാതെ പോയി. നമ്മെക്കുറിച്ചുള്ള നമ്മുടെ പേരൻസിൻ്റെ സ്വപ്നങ്ങൾ പലതും നടക്കാതെ പോയി. നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ സ്വപ്നം നടപ്പിലാക്കാൻ ദൈവം നമ്മെക്കുറിച്ച് ഒത്തിരി ആഗ്രഹിക്കുന്നു. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഒരു ചിന്ത വരും, ദൈവം സർവശക്തനല്ലേ, ദൈവത്തിന് അതങ്ങ് നടപ്പാക്കാൻ പാടില്ലേ? അങ്ങനെയല്ല അതിൻ്റെ കിടപ്പ്. ദൈവം നമുക്കൊരു തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. നമ്മുടെ അനുവാദം കൂടാതെ നമ്മെ അനുഗ്രഹിക്കാൻ പോലും ദൈവത്തിന് പ്രയാസമാണ്. സ്തോത്രം, 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 സ്തോത്രം. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. അത് തിന്മയ്ക്കല്ല നന്മയ്ക്കായിട്ടുള്ള നിരൂപണങ്ങളത്രയെന്ന് യഹോവയുടെ അരുളപ്പാട്. അങ്ങനെ പറയാൻ കാരണമെന്താണ്? നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി നിങ്ങൾക്ക് ലഭിക്കേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പലതും പ്ലാൻ ചെയ്യുന്നു. അത് തിന്മയ്ക്കാണെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം, എന്നാൽ അത് തിന്മയ്ക്കല്ല, അത് നന്മയ്ക്കാണ്. നിങ്ങൾ പ്രത്യാശിക്കുന്ന ആ ശുഭഭാവിയിൽ നിങ്ങളെ എത്തിക്കേണ്ടതിന് ഇന്ന്
തിന്മയെന്ന് തോന്നുന്ന ചിലതും കൂടെ വന്നേക്കാം. ഇന്ന് അസഹനീയം, കയ്പ് എന്ന് തോന്നുന്ന ചിലത് വന്നേക്കാം. പക്ഷേ ആത്യന്തികമായി അത് തിന്മയ്ക്കല്ല, നന്മയ്ക്കത്രേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ വിചാരങ്ങളല്ല എൻ്റെ വിചാരങ്ങൾ, നിങ്ങളുടെ വഴികളല്ല എൻ്റെ വഴികൾ. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉന്നതമാകുന്നു എന്നും നാം വായിക്കുന്നു. ഈ വചനങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിൽ ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള വലിയ സ്വപ്നത്തിലേക്ക് ചിറകടിച്ച് കയറാൻ ഈ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവം സഹായിക്കട്ടെ. കാലാളുകളോട് കൂടെ ഓടിയിട്ട് നീ ക്ഷീണിച്ചു പോയാൽ കുതിരകളോടുകൂടെ എങ്ങനെ മത്സരിച്ചോടും? എന്താണ് ദൈവത്തിൻ്റെ സ്വപ്നം? നിങ്ങൾ കുതിരകളോടുകൂടെ മത്സരിച്ചോടേണ്ടവരാണ്. പക്ഷേ അത് നിങ്ങളുടെ ചിന്തയിൽ പോലുമില്ല. നിങ്ങൾ കാലാളുകളോടുകൂടെ ഓടി 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 തളരുകയാണ്. നോർമൽ മനുഷ്യരാണ് നിങ്ങളുടെ ടാർഗറ്റ്. നോർമൽ തിങ്കിങ്ങിലാണ് നിങ്ങളിപ്പോഴും ജീവിക്കുന്നത്. സാധാരണ മനുഷ്യരുമായിട്ടാണ് നിങ്ങൾ നിങ്ങളെ കമ്പയർ ചെയ്യുന്നത്. ദൈവം നമുക്കൊരു സ്വപ്നം മാറ്റിത്തരികയാണ്. നിങ്ങൾ നിങ്ങളെ കുതിരകളോട് കമ്പയർ ചെയ്യുക. നിങ്ങൾ നിങ്ങളെ കഴുകന്മാരോട് കമ്പയർ ചെയ്യുക. സ്തോത്രം, 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 സ്തോത്രം. നിങ്ങൾ നിങ്ങളെ പൗലോസിനോട് കമ്പയർ ചെയ്യുക. നിങ്ങൾ നിങ്ങളെ ഏലിയാവിനോട് കമ്പയർ ചെയ്യുക. നിങ്ങൾ നിങ്ങളെ റെയ്നഡ് ബോങ്കയോട് കമ്പയർ ചെയ്യുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ ചിന്തയ്ക്കകത്ത് മാറ്റം സംഭവിക്കണം. ഇന്ന് കാണുന്ന ഈ സാഹചര്യങ്ങളിൽ നിങ്ങൾ തളരുകയാണെങ്കിൽ ഇതിനേക്കാൾ വലിയ കാര്യങ്ങളെ എങ്ങനെ ഏൽപ്പിക്കും? വ്യക്തിപരമായ ഓരോരുത്തരുടെയും ഹൃദയത്തിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് രാത്രി ഇടപെടുകയാണ്. ഇപ്പോൾ നിങ്ങൾ നേരിടുന്ന, ഡീൽ ചെയ്യുന്ന, ചിന്തിക്കുന്ന, കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങളെ കാൾ വലുത് കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് ശക്തിയുണ്ട്. നിങ്ങൾക്ക് ശക്തിയുണ്ട്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ വലുതാണ് നിങ്ങൾ. ഇപ്പോൾ നിങ്ങളെപ്പറ്റി മറ്റുള്ളവർ ചിന്തിക്കുന്നതിനേക്കാൾ ഒത്തിരി വലുതാണ് നിങ്ങൾ. ദാവീദിനെ പറ്റി ദാവീദിൻ്റെ ചേട്ടന്മാരുടെ ചിന്ത വളരെ ചെറുതായിരുന്നു. ജോസഫിനെ പറ്റി ജോസഫിൻ്റെ അമ്മയുടെയും അപ്പൻ്റെയും ചിന്ത വളരെ ചെറുതായിരുന്നു. സഹോദരങ്ങളുടെ ചിന്ത വളരെ ചെറുതായിരുന്നു. ഇസ്മായേലിയ കച്ചവടക്കാരുടെ ചിന്ത ചെറുതായിരുന്നു. പോത്തിഫറിൻ്റെ ഭാര്യയുടെ ചിന്ത ചെറുതായിരുന്നു. എന്നാൽ ജോസഫിൻ്റെ ചിന്ത അതിനേക്കാൾ വലുതായിരുന്നു. അതുകൊണ്ടാണ് അവൻ വിട്ടുകൊടുക്കാഞ്ഞത്. അതുകൊണ്ടാണ് അവൻ സറണ്ടർ ചെയ്യാഞ്ഞത്. ഒരടിമ ബാലകനെ സംബന്ധിച്ചിടത്തോളം ഒരു സമ്പന്ന കുടുംബത്തിലെ ബന്ധം ലഭിക്കുന്നത് സാമാന്യം നല്ലൊരു കാര്യമാണ്. നല്ലൊരു ഓഫറാണത്. പക്ഷെ അവൻ്റെ മനസ്സിൽ സ്വപ്നം കിടക്കുന്നു. അതുകൊണ്ട് അവൻ വിട്ടുകൊടുത്തില്ല. ഇന്ന് രാത്രി കോംപ്രമൈസ് ചെയ്യരുത്.
ഇതിനേക്കാൾ വലുതിനു വേണ്ടി നീ വിളിക്കപ്പെട്ടിരിക്കുന്നു. ഇതിനേക്കാൾ വലുതിനു വേണ്ടി നീ വിളിക്കപ്പെട്ടിരിക്കുന്നു. കോംപ്രമൈസ് ചെയ്യരുത്. പ്രാർത്ഥനയിൽ കോംപ്രമൈസ് ചെയ്യരുത്. ഉപവാസത്തിൽ കോംപ്രമൈസ് ചെയ്യരുത്. പ്രവർത്തനത്തിൽ കോംപ്രമൈസ് ചെയ്യരുത്. നീ ഇതിനേക്കാൾ വലുതിനു വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ മനസ്സ് എന്തു പറയുന്നു? ഇത് മതിയോ? ഇതിനേക്കാൾ വലുതിനു വേണ്ടിയല്ലേ ദൈവം നിന്നെ സൃഷ്ടിച്ചത്? ഇതിനേക്കാൾ വലുതിനു വേണ്ടിയല്ലേ ദൈവം നിന്നെ അഭിഷേകം ചെയ്തത്? നിന്റെ മേൽ വീണ തൈലത്തിൻ്റെ വില നിനക്കറിയാമോ? അത് നിന്നെ സാധാരണയായി ജീവിപ്പിക്കാനല്ല, എക്സ്ട്രാ ഓർഡിനറിയായി ജീവിക്കാനല്ലെങ്കിൽ പിന്നെ എന്തിനാണ് കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തത്? ഇന്ന് രാത്രി ഏറ്റുപറയുക, ഞാൻ ഒന്നുകൂടെ വ്യത്യസ്തനാകാൻ പോകുന്നു. ഞാൻ അല്പം കൂടെ വ്യത്യസ്തമായി ചിന്തിക്കും. ഞാൻ അല്പം കൂടെ വ്യത്യസ്തമായി സംസാരിക്കും. ഞാൻ അല്പം കൂടെ വ്യത്യസ്തമായി സ്വപ്നം കാണും. ഞാൻ അല്പം കൂടെ വ്യത്യസ്തമായി പ്രവർത്തിക്കും. കാലാളുകളോടുകൂടെ ഓടിയിട്ട് ആരാണ് കാലാളുകൾ? കാലാൾ പടയാകാനാണ് സാധ്യത. സമൂഹത്തിലെ ഒരുവിധം ആരോഗ്യമുള്ളവരാണ് ആർമിയിൽ കാണുന്നത്, കരസേനയിലുള്ളത്. അവരോടുകൂടെ നീ ക്ഷീണിക്കുകയാണോ? നോർമൽ മനുഷ്യരോടുകൂടെ ഇടപെടുന്നവരാണ് നമ്മളെല്ലാവരും. ചർച്ചിൽ വരുമ്പോൾ ബലൂൺ വീർക്കുന്നത് പോലെ വീർക്കുമെങ്കിലും ഇവിടുന്ന് ഇറങ്ങുമ്പോൾ ബലൂണിൻ്റെ കാറ്റ്, ഒരു ബലൂണിൻ്റെയും കാറ്റ് 24 മണിക്കൂറിക്കുള്ളിൽ നിൽക്കുന്നില്ല. എങ്ങനെയാ പോയെന്നറിയാമല്ലോ, പോയി. ഇതുപോലെ ഓരോ മീറ്റിങ്ങിലും കാറ്റടിച്ച് വീർപ്പിച്ച് വിടും. ഇവിടുന്ന് വണ്ടിയെ കയറുമ്പോൾ മിക്കവാറും പകുതി പോവും, വീട്ടിൽ ചെല്ലുമ്പോൾ മുക്കാലും പോവും. സാധാരണ മനുഷ്യരാണ് നമ്മളെല്ലാവരും. പക്ഷെ അസാധാരണ വിളിയാ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. സാധാരണ മനുഷ്യരാണ് നമ്മൾ. നമുക്ക് 2 കയ്യേ ഉള്ളൂ, 10 വിരലേ ഉള്ളൂ, 2 കാലേ ഉള്ളൂ. എനിക്കാണെ 1.5 ഉള്ളൂ. 1.5 എന്ന് പറയാനൊക്കെ അല്ല, 1.25 ഇല്ല, ഇനി ഇച്ചിരൂടെ ഉള്ളൂ, ബാക്കി കൂടെ ഉടനെ ആവും. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. 2 കണ്ണേ ഉള്ളൂ, 2 ചെവിയേ ഉള്ളൂ, 1 തലയേ ഉള്ളൂ. ഭയങ്കര മാറ്റമായിരിക്കും. നമ്മുടെ നാട്ടിലൊരു ഭാഷയുണ്ട്, ആനയ്ക്ക് മതമിളകിയെന്ന്. കേട്ടിട്ടുണ്ടോ? ഉണ്ട്. ശരിക്കും സംഭവിച്ചെന്നാണെന്നറിയോ? ആനയ്ക്ക് വെളിവ് വന്നു എന്നുള്ളതാണ്. ആനയ്ക്ക് സുബോധം വന്നു. കാരണം ഒരു പെൻസിൽ പോലെ ഒരു മനുഷ്യൻ ഇതിനെ ഇട്ട് എന്തെല്ലാം വേഷമാണ് കെട്ടിക്കുന്നേ. ബോധം വരുമ്പോൾ അവനെ പിടിച്ചൊരൊറ്റ കുത്താണ്. അപ്പോൾ അവനും ബോധം വരും, ഇതിനും ബോധം വരും. ഈ ആനയെ കൊണ്ടു നടക്കുന്ന ഡ്രൈവർമാർ മിക്കവാറും പേര് കള്ളു കുടിക്കും. അപ്പോഴാണ് അവർക്ക് ധൈര്യം വരുന്നത് ഇതിനെ കൊണ്ടു നടക്കാൻ. കാരണം ഇതിനെ കണ്ട പേടിച്ചു പോവുകയല്ലേ. എന്നിട്ട് ഈ പേടി തീർക്കാനാണ് അതിൻ്റെ കാലിൻ്റെ നഖത്തിനിട്ട് അടിക്കുന്നത്. കുറേ നാളൊക്കെ ഇതങ്ങ് സഹിക്കും. ഒടുവിൽ അതിന് ബോധം വരുമ്പോഴാണ് ഇവൻ മനസ്സിലാക്കുന്നത് സംഗതി മാറിയതാണ്. ഇതുപോലെ ഈ പ്രാർത്ഥനയ്ക്കിടയ്ക്ക് നിങ്ങളിൽ ചിലർക്ക് ബോധം വരട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നാം സാധാരണ മനുഷ്യരാണ്, സാധാരണ മനുഷ്യരുമായിട്ട് ഇടപഴകുന്നവരാണ്, നോർമൽ കാര്യങ്ങളെ ഡീൽ ചെയ്യുന്നവരാണ്. പക്ഷേ നമ്മളെ വിളിച്ചിരിക്കുന്നത് കുറേ കൂടെ വലിയ കാര്യങ്ങൾ ചെയ്യാനാണ്. നമ്മുടെ മേൽ അഭിഷേകം പകർന്നത് സാധാരണയിൽ കവിഞ്ഞെന്തോ ചെയ്യാൻ വേണ്ടിയാണ്. കാലാളുകളോടുകൂടെ ഓടി 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 ഓടി
ആ ഒരു മിനിമം സ്പീഡിൽ ഈ ജീവിതം തീരരുത്. കുറച്ചുകൂടെ മികച്ച ഒരു ഓട്ടം ഓടുവാൻ ദൈവം ഇന്ന് രാത്രിയിൽ ഈ കൂട്ടായ്മയെ വിളിക്കുന്നു. സഭയുടെ സ്പീഡ് ദൈവം കൂട്ടാൻ ആഗ്രഹിക്കുന്നു. യുവാക്കളുടെ ദർശനത്തിന്റെ അതിരുകളെ വിശാലമാക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ! കരങ്ങൾ അടിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഒരു വലിയ സാധ്യത നിന്റെ മുമ്പിൽ കിടക്കുന്നു. അതിനെ ഇല്ലായ്മ ചെയ്യുവാൻ പിശാച് ഭീഷണിപ്പെടുത്തുന്നു. അതിൽ നിന്ന് ഇന്ന് രാത്രി പുറത്തു വരണം. ഇന്നുള്ളതിനേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്യാനാണ് ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത്. ദാവീദ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് യാഥാർത്ഥ്യമായി സംഭവിക്കട്ടെ. കാലാളുകളോടുകൂടെ ഓടിയിട്ട് നീ ക്ഷീണിച്ചു പോയോ? നിലവിലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഓരോരുത്തരോടും ദൈവാത്മാവ് ചോദിക്കുന്നു, നിലവിലുള്ള ഭാരങ്ങൾ എന്തൊക്കെയാണ്? നിലവിലുള്ള സങ്കടങ്ങൾ എന്തൊക്കെയാണ്? അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. നിലവിലുള്ള കടങ്ങൾ എത്രയാണ്? നിലവിലുള്ള ബാധ്യതകൾ എത്രയാണ്? സങ്കടങ്ങൾ എന്തൊക്കെയാണ്? രോഗങ്ങൾ ഏതൊക്കെയാണ്? ബുദ്ധിമുട്ടുകൾ ഏതൊക്കെയാണ്? നിരാശയുടെ കാരണം എന്താണ്? അതെല്ലാം കൂടി ഒന്ന് ദൈവസന്നിധിയിലോട്ട് കൊണ്ടുവന്നേ. ഇതിൽ നീ തളരരുത്, ഇതിൽ നീ തളരരുത്. നിനക്കിതിനേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. സ്തോത്രം, 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 സ്തോത്രം. ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എന്താണ് ഇപ്പോൾ അലട്ടുന്ന പ്രയാസങ്ങൾ? ഓട്ടത്തിന് സ്പീഡ് കുറയ്ക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് നോക്കിക്കേ. അതിനുവേണ്ടി ആദ്യം ഒന്ന് പ്രാർത്ഥിക്കാൻ പോവാ. ഹല്ലേലൂയ. സാമ്പത്തികമായ ബുദ്ധിമുട്ടാണോ ഓട്ടത്തെ തടസ്സപ്പെടുത്തുന്നത്? എങ്കിൽ ആ കൈകൾ ഉയർത്തിപ്പിടിച്ചാട്ടെ. ശാരീരിക പ്രശ്നങ്ങളാണോ ഓട്ടത്തിൻ്റെ സ്പീഡ് കുറയ്ക്കുന്നത്? എങ്കിൽ ആ കൈ ഉയർത്തിപ്പിടിച്ചാട്ടെ. മാനസിക സമ്മർദ്ദങ്ങളാണോ ഓട്ടത്തിൻ്റെ സ്പീഡ് കുറയ്ക്കുന്നത്? എങ്കിൽ ആ കൈകൾ ഒന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നു. അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഈ വിഷയങ്ങളുടെ മേൽ ഒരു വിജയം നിൻ്റെ ജനത്തിനുണ്ടാകട്ടെ. ഒരു വിജയം നിൻ്റെ ജനത്തിനുണ്ടാകട്ടെ. ഒരു വിടുതൽ നിൻ്റെ ജനത്തിനുണ്ടാകട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. രോഗത്തിൻ്റെ മേൽ, ശാപത്തിൻ്റെ മേൽ, മരണത്തിൻ്റെ മേൽ, ദുഃഖത്തിൻ്റെ മേൽ, സാമ്പത്തികത്തിൻ്റെ മേൽ, ഭയത്തിൻ്റെ മേൽ ഒരു ജയം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. ആമേൻ. കരങ്ങൾ അടിച്ച ദൈവത്തിന് മഹത്വം കൊടുക്കാം. കർത്താവ് അങ്ങനെ പറയണമെങ്കിൽ കർത്താവിന് അങ്ങനെ പ്രതീക്ഷയുള്ളത് കൊണ്ടല്ലേ. നിങ്ങൾ കുതിരകളോട് എങ്ങനെ മത്സരിച്ചോടും? ഈ ഒരു ജീവിതം തീരുന്നതിന് മുമ്പ് ഈ ട്രാക്ക് മാറണം. പ്രായം അധികം മുമ്പോട്ട് പോകുന്നതിന് മുമ്പ് ഈ ഗ്രൗണ്ട് മാറണം. കുതിരകളോടുകൂടെ നിങ്ങൾ മത്സരിച്ചോടേണ്ടി വരും. എന്തുകൊണ്ട് കുതിര? അതിന് നമുക്ക് ഉത്തരം തരുന്നത് ഇയ്യോബാണ്. മുപ്പത്തിയൊൻപതാം അധ്യായം.
കുതിരയ്ക്ക് നീയോ ശക്തി കൊടുത്തത്. അപ്പൊ കുതിരയുടെ ശക്തിയാണ് അതിനെ വ്യത്യസ്തനാക്കുന്നത്. പുതിയ നിയമസഭയോട് മാത്രമുള്ളൊരു വാഗ്ദത്തമുണ്ട്. നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് വേണം പുറത്തേക്ക് പോകാൻ. പഴയ നിയമത്തിൽ അങ്ങനെ ഒരു സാധ്യതയേ ഇല്ല. ഒരു എക്സ്ട്രാ പവർ പ്രാപിക്കാനുള്ളൊരു സാധ്യത പഴയ നിയമത്തിലില്ല. ശിംശോനെ പോലെയും ഗിദെയോനെ പോലെയും ചിലർക്ക് ഒരു ഗിഫ്റ്റ് കിട്ടിയെന്നേ ഉള്ളൂ. എന്നാൽ പുതിയ നിയമത്തിൻ്റെ മാത്രമൊരു അനുഗ്രഹമാണ് ശക്തി എന്നുള്ളത്, പവർ എന്നത്. സ്തോത്രം, 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 സ്തോത്രം. ഇതിനു മുമ്പ് ജീവിച്ചവർക്ക് ആർക്കും അത് കിട്ടിയിട്ടില്ല. ആർക്കെങ്കിലും പ്രത്യേക കിട്ടിയെങ്കിൽ പുതിയ നിയമം അങ്ങനെയല്ല. ലൂക്കോസ് 24:49. എൻ്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പിനെന്നും അവരോട് പറഞ്ഞു. ഉയരത്തിൽ നിന്ന് ശക്തി, ചേർന്ന് പറഞ്ഞാട്ടെ, ഉയരത്തിൽ നിന്ന് ശക്തി, ഉയരത്തിൽ നിന്ന് ശക്തി, ഉയരത്തിൽ നിന്ന് ശക്തി, ഉയരത്തിൽ നിന്നുള്ള ശക്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉയരത്തിൽ നിന്നുള്ള ശക്തി എന്നൊരു ശക്തിയുണ്ട്. അത് ഈ ഭൂമിയിൽ ഒരിടത്തും കാണാത്ത പവറാണ്. പണത്തേക്കാൾ, മാനുഷിക ബലത്തേക്കാൾ, മസിൽ പവറിനേക്കാൾ, പുരുഷാരത്തിന്റെ ശക്തിയേക്കാൾ, സാമ്പത്തിക ശക്തിയേക്കാൾ അതിബലമേറിയ ഒരു ശക്തി ഉയരത്തിലെ ശക്തിയാണ്. അത് നിങ്ങൾക്ക് ലഭിക്കുമെന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ അത് നമ്മെ വ്യത്യസ്തരാക്കുന്ന ശക്തിയല്ലേ. എൻ്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേലയക്കും. ഹല്ലേലൂയ. എൻ്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേലയക്കും. നിങ്ങളൊരൊറ്റ കാര്യം ചെയ്യണം, ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കണം. ഇംഗ്ലീഷിൽ നോക്കിയപ്പം ധരിക്കുക എന്ന വാക്ക് തന്നെയാണ്. ധരിക്കുന്നത് പുറമേയല്ലേ. പരിശുദ്ധാത്മ ശാസ്ത്രത്തിലെ പ്രധാനപ്പെട്ട 2 മർമ്മങ്ങൾ അവിടെയുണ്ട്. വീണ്ടും ജനിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അകത്തു വരുന്നു. ആത്മസ്നാനം പ്രാപിക്കുമ്പോൾ ശരീരത്തിലും മനസ്സിലും എല്ലാം കവർ ചെയ്ത് ആത്മാവ് വരുന്നു. ധരിക്കുക, ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കണം. നിങ്ങൾ എന്ത് ധരിച്ചിരിക്കുന്നു എന്ന് മറ്റുള്ളവർക്കൊരു ധാരണയുണ്ട്. നിങ്ങൾ എന്ത് ധരിച്ചാലും അത് മറ്റുള്ളവർക്ക് കാണാം. എന്നാൽ നിങ്ങൾ എന്ത് കഴിച്ചാലും മറ്റുള്ളവർക്ക് കാണാൻ പറ്റിയല്ല. ഒന്നുകൂടെ പറയാം, നിങ്ങൾ വൈകുന്നേരത്ത് എന്ത് കഴിച്ചു എന്ന് ഇവിടെ ഇരിക്കുന്ന ആർക്കും അറിയില്ല. എന്നാൽ നിങ്ങൾ എന്ത് ധരിച്ചിരിക്കുന്നു എന്ന് എല്ലാവർക്കും അറിയാം. ശ്രദ്ധിക്കുക, ഇതുപോലെ മറ്റുള്ളവർക്ക് കാണത്തക്കവണ്ണമുള്ള ഒരു പവർ അനോയിന്റിംഗ് പുതിയ നിയമത്തിന് മാത്രമുള്ളതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എയർ ഹോസ്റ്റസിനെ കണ്ടാൽ അറിയാം, പൈലറ്റിനെ കണ്ടാൽ അറിയാം, പോലീസിനെ കണ്ടാൽ അറിയാം. ഒരുവിധം വിദ്യാഭ്യാസമുള്ളവർക്ക് നമ്മൾ ധരിക്കുന്ന ഈ ആത്മീക വസ്ത്രം, ഈ അധികാര വസ്ത്രം ഇരുട്ടിന്റെ ശക്തികൾക്ക് തിരിച്ചറിയാം. സ്പിരിറ്റ് വേൾഡിലെ ആളുകൾക്കാണ് വേഗം മനസ്സിലാകുന്നത് നീ എന്താ ധരിച്ചിരിക്കുന്നെന്ന്. സകല ലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു.
അതുകൊണ്ട് തന്നെ കർത്താവ് പറഞ്ഞു, ഉയരത്തിലെ ശക്തി ധരിച്ചിട്ടേ ഇറങ്ങാവുള്ളൂ. നിന്റെ യൂണിഫോം കാണുമ്പോൾ അന്ധകാര ശക്തികൾ കീഴടങ്ങും. നീ വസ്ത്രം മാറിയെന്ന് സമൂഹം അറിയണം. ഇന്ന് രാത്രി ആത്മശക്തിയെ ഒന്ന് പുറത്തേക്കെടുക്കണം. നിങ്ങൾ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കണം. Glory to God. Glory to God. അങ്ങനെ പുറത്തൂടെ ശക്തി ഒഴുകുന്നത് കൊണ്ടാണ് പൗലോസിന്റെ ശരീരത്തിൽ കിടന്ന തുണി കൊണ്ടുവന്ന രോഗികളുടെ മേലിട്ടത്. അതുകൊണ്ടാണ് പത്രോസ് നടന്നു വരുന്ന വഴിയിൽ രോഗികളെ കൊണ്ടൊന്ന് കിടത്തിയത്. ജനങ്ങളുടെ വിശ്വാസമാണ്, നിഴലെങ്കിലും തട്ടിയെങ്കിൽ, നിഴലെങ്കിലും ഒന്ന് വീണെങ്കിൽ. ഇതാണ് ആത്മശക്തിയുടെ പ്രത്യേകത. ആ ലെവലിൽ നമുക്ക് സ്വപ്നം കാണാൻ, പ്രിയപ്പെട്ടവരെ. അത് നമുക്ക് വിശ്വസിക്കാം, അത് നമുക്ക് പ്രാപിക്കാം, അത് നമുക്ക് പ്രാർത്ഥിക്കാം. അതാണ് നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ സ്വപ്നം. Glory to God. Hallelujah, 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 hallelujah. കർത്താവേ, ഇന്ന് രാത്രിയിൽ ഇവിടെ വന്ന മുഴുവൻ ജനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവശക്തിയുടെ ഒരു പ്രവാഹം ഇന്ന് രാത്രി ഈ ജനത്തിൻ്റെ മേൽ അയക്കണമേ. ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുന്ന ഒരു അനുഭവം. വസ്ത്രം മാറിയവരായി, വേഷം മാറിയവരായി, ആള് മാറിയവരായി, ചിന്ത മാറിയവരായി, ഭാഷ മാറിയവരായി, സ്വപ്നം മാറിയവരായി ഈ ജനം ഇന്ന് രാത്രി മടങ്ങിപ്പോകട്ടെ. ഇവരത് തിരിച്ചറിയട്ടെ, മറ്റുള്ളവരത് തിരിച്ചറിയട്ടെ, സ്പിരിറ്റ് വേൾഡ് അത് തിരിച്ചറിയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, നീ അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. കുതിരയുടെ പ്രത്യേകത അതിൻ്റെ ശക്തിയാണ്. നിങ്ങൾ കുതിരകളോടുകൂടെയാണ് മത്സരിച്ചോടേണ്ടത്. നമുക്ക് ആ വാക്യത്തിലേക്ക് മടങ്ങി വരാം. യോബിന്റെ പുസ്തകം 39 അധ്യായം അതിൻ്റെ 19 വാക്യം. കുതിരയ്ക്ക് നീയോ ശക്തി കൊടുത്തത്? അതിന്റെ കഴുത്തിന് നീയോ കുഞ്ചിരോമം അണിയിച്ചത്? അടുത്ത വാക്യം. നിനക്ക് അതിനെ വെട്ടുക്കിളിയെ പോലെ ചാടിക്കാമോ? അതിന്റെ ഹുങ്കാര പ്രതാപം ഭയങ്കരം. അത് താഴ്വരയിൽ മാന്തി ഊക്കോടെ ഉല്ലസിക്കുന്നു. അതായത് അതിൻ്റെ പവർ അതിനെ അടങ്ങിയിരിക്കാൻ സമ്മതിക്കുന്നില്ല. ആ വാക്യത്തിലേക്ക് ശ്രദ്ധിച്ചേ. അതിങ്ങനെ വെട്ടുക്കിളിയെ പോലെ ചാടുക. നീ ചാടിച്ചിട്ടല്ല. നിങ്ങൾ കുതിര നടക്കുന്ന കണ്ടിട്ടുണ്ടോ? കുതിര ചാടിയേ പോകത്തുള്ളൂ. കുതിരപ്പുറത്ത് കയറിയാൽ നമുക്കിങ്ങനെ ചാടിയേ പോകാൻ പറ്റുള്ളൂ. എപ്പോഴും ഇങ്ങനെ ചലിക്കുന്ന ഒരു ജീവി അത്. അഭിഷേകം പ്രാപിച്ചവരൊക്കെ അങ്ങനെയാണ്. ചലിക്കുന്നവർ എന്നൊരു പേര് തന്നെ സഭാചരിത്രത്തിൽ സഭയ്ക്കുണ്ടായിരുന്നു. അവരിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും. ശരിയായ പ്രാർത്ഥനാ മനുഷ്യർ എപ്പോഴും ചലിക്കുന്നവരാ. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. കുലുങ്ങുന്ന ഒത്തിരി പേരിരുന്ന സ്ഥലം കുലുങ്ങാതിരിക്കുമോ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ചലിക്കുന്നവർ നാളെ ചലിപ്പിക്കുന്നവരായി മാറും. ചലിക്കുന്നവർക്ക് മാത്രമേ ചലിപ്പിക്കാൻ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. നിങ്ങൾ 10 പേരെ ചലിപ്പിക്കണം. ആ 10 പേർ 1000 പേരെ ചലിപ്പിക്കണം. എറണാകുളത്തു നിന്നൊരു ചലനം പുറപ്പെട്ടിട്ട്
കേരളം മുഴുവനും ചലിക്കട്ടെ, ഇന്ത്യ മുഴുവനും ചലിക്കട്ടെ, അതിനപ്പുറത്തേക്ക് ചലിക്കട്ടെ. ഇതൊരു ചലിക്കുന്ന സഭയായി മാറട്ടെ. ഈ നദി കടന്ന് ചെല്ലുന്നിടത്തെല്ലാം ചലിക്കുന്ന പ്രാണികൾ ജീവിക്കും. ഒരു ചെറിയ ചലനമുള്ളതിനെല്ലാം ചലനം വർദ്ധിക്കാൻ പോകുന്നു. അല്പമെങ്കിലും ചലനമുള്ളതെല്ലാം ഒരു വലിയ ചലനം ഉണ്ടാക്കുന്നവരായി മാറുന്നു. തുടർ ചലനങ്ങൾ, തുടർ ചലനങ്ങൾ, തുടർ ചലനങ്ങൾ. സഭയിൽ നിന്ന് ദേശത്തിലേക്ക്, സഭയിൽ നിന്ന് ദേശത്തിലേക്ക്, അടുത്ത ദേശത്തിലേക്ക്, അടുത്ത പട്ടണത്തിലേക്ക്, അടുത്ത സംസ്ഥാനത്തിലേക്ക്, അടുത്ത കൺട്രിയിലേക്ക് ചലനങ്ങൾ, തുടർ ചലനങ്ങൾ. ആത്മാവിലൊന്ന് സ്തോത്രം ചെയ്തേ. അന്യഭാഷയിലൊന്ന് ആരാധിച്ചേറ്റെടുത്തേ. ഇതൊരു ചലിപ്പിക്കുന്ന സഭയായി മാറട്ടെ. ഇതൊരു ചലനം, തുടർ ചലനം, തുടർ ചലനം. ചലിക്കട്ടെ, ചലിക്കട്ടെ, ചലിക്കട്ടെ. നദി കടന്നു ചെല്ലുന്നിടത്ത് ചലിക്കുന്ന പ്രാണികൾ ജീവിക്കും. ചലിക്കട്ടെ, ചലിക്കട്ടെ, ചലിക്കട്ടെ. ഹല്ലേലൂയ. കുതിരയുടെ പ്രത്യേകത അതിനടങ്ങിയിരിക്കാൻ കഴിയയില്ല. പ്രൈസ് ലോർഡ്. അത് താഴ്വരയിൽ മാന്തി ഊക്കോടെ ഉല്ലസിക്കുകയാണ്. എപ്പോഴും അതിന് ഉല്ലാസമാണ്. ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം നീതിമാന്മാരുടെ, രക്ഷിക്കപ്പെട്ടവരുടെ കൂടാരങ്ങളിലുണ്ട്. ലോറി, ജയം വരുന്നതിന് മുമ്പേ കുതിര ഉല്ലസിക്കുക, അഡ്വാൻസ് ആയിട്ട് ഉല്ലസിക്കുക. എനിക്കൊരു ജയം വരാൻ പോകുന്നു. 2026 തീരുന്നതിന് മുൻപ് നിനക്കൊരു ജയം വരാൻ പോകുന്നു. ഒരു ജയം നിന്നെ കാത്തിരിക്കുന്നു. നീ അഡ്വാൻസ് ആയിട്ട് ഉല്ലസിക്ക. ജയം കിട്ടിയിട്ടല്ല, കിട്ടുന്നതിന് മുൻപേ ഉല്ലസിക്കുന്നവന്റെ പേരാണ് ദൈവ പൈതൽ. യേശുവിന്റെ നാമത്തിൽ ഇത് ഈ ജനത്തിന്റെ മേൽ പകരപ്പെടട്ടെ. ഈ ജനത്തിന്റെ മേൽ പകരപ്പെടട്ടെ. ഇപ്പോൾ അത് പകരുന്നതിനായി സ്തോത്രം. ജയത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും ഘോഷം ഓരോ വീടുകളിലും ഉയരട്ടെ, ഓരോ ഹൃദയങ്ങളിലും ഉയരട്ടെ, സഭയ്ക്കകത്തുനിന്ന് ഉയരട്ടെ, ദേശങ്ങളിലേക്ക് ഉയരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മെ ഉപമിച്ചിരിക്കുന്നത് കുതിരയോടാണ്. 21-ാമത്തെ വാക്യം. അത് താഴ്വരയിൽ മാന്തി ഊക്കോടെ ഉല്ലസിക്കുന്നു. അത് ആയുധപാണികളെ എതിർത്തു ചെല്ലുന്നു. ആയുധം ധരിച്ചു നിൽക്കുന്നവരെ കണ്ട് പുറകോട്ട് മാറുകയല്ല, അങ്ങോട്ട് ചെല്ലുകയാണ്. 1 ശക്തി, 2 ഉല്ലാസം, 3 ചലനം,
4 ധൈര്യം. ഇങ്ങോട്ട് വരട്ടെ എന്നല്ല, അങ്ങോട്ട് ചെല്ലാം. പ്രൈസ് ദി ലോർഡ്. ഇന്നലെ വരെ നിന്നെ ഭയപ്പെടുത്തിയതിനെ ഇന്നു മുതൽ നീ ഭയപ്പെടുത്തും. ഇത് തീറാണ്, ഇത് പക്കായാണ്. ഇതാണ് അഭിഷേകത്തിന്റെ പ്രത്യേകത. ഇന്നലെ വരെ നിന്നെ ഭീഷണിപ്പെടുത്തിയതിനെ ഇന്ന് നീ ഭീഷണിപ്പെടുത്തും. ഇന്നലെ വരെ നിന്നെ പേടിപ്പിച്ചതിനെ ഇന്ന് നീ പേടിപ്പിക്കും. ഇരുപത്തിരണ്ടാം വാക്യത്തിൽ അത് കൂസാതെ ഭയത്തെ പുച്ഛിക്കുന്നു. ഭയത്തെ പുച്ഛിക്കുന്ന, വാളിനോട് പിൻവാങ്ങി ഭയത്തെ പുച്ഛിക്കുന്ന ഏതെങ്കിലും ജീവിയുണ്ടോ? ഉണ്ടെങ്കിൽ വിവരമില്ലാത്തവർ മാത്രമേ ഉള്ളൂ. കുതിരയ്ക്ക് അങ്ങനെയാണെന്നാ ദൈവം പറയുന്നത്. ഭയോ അത് എൻ്റെ ഡിക്ഷണറിയിലില്ല. എന്ന സഭ ആ തലത്തിലേക്ക് കയറുമോ, അന്ന് ഇന്ത്യ സഭ എന്താണെന്നറിയും. ഭയമോ അത് എൻ്റെ ഡിക്ഷണറിയിലില്ല. താങ്ക് യു ജീസസ്. തിരുവെഴുത്ത് കയ്യിലുള്ളവൻ ഭയത്തെ പുച്ഛിക്കും. അകത്ത് ധൈര്യം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് വേഡ്. വേഡ് അകത്തുണ്ടെങ്കിൽ അത് റീചാർജാണ്. സ്തോത്രം സ്തോത്രം സ്തോത്രം. വണ്ടി ഓടിയാൽ ബാറ്ററി ചാർജ് ആകും. എന്നാൽ കുറേ ദിവസം വണ്ടി ഓടാതിട്ട ബാറ്ററിക്ക് ഒരു റെസ്റ്റ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചാൽ ബാറ്ററി പോകും. ഓടും തോറും ചാർജാകും. ദൈവവചനമെന്ന ബാറ്ററി അകത്തുണ്ടെങ്കിൽ ഓടും തോറും ചാർജാകും, ചാർജ് ആയിക്കൊണ്ടേയിരിക്കും. വചനമകത്തുള്ളവൻ ഭയത്തെ പുച്ഛിക്കും. ഇന്ന് പകലിൽ, ഇന്ന് വൈകുന്നേരത്ത് നമുക്ക് ഒരുമിച്ചൊന്ന് പുച്ഛിക്കാം. ഇരുട്ടിൻ്റെ സകല അധികാരങ്ങളെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ശാസിക്കുന്നു. അല്പനേരം ഒന്ന് ആത്മാവിൽ സ്തോത്രം ചെയ്താട്ടെ. അന്യഭാഷയിൽ ഈ സ്ഥലത്തിൻ്റെ മേൽ, ഈ ഡിസ്ട്രിക്റ്റിൻ്റെ മേൽ, ഈ താലൂക്കിൻ്റെ മേൽ അധികാരം നടത്തുന്ന സകല അധികാരങ്ങളെയും സകല വാഴ്ചകളെയും ആത്മശക്തിയാൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പുച്ഛിച്ചു തള്ളുന്നു. അന്യഭാഷയിൽ ജാഗരിച്ച് ജയം പ്രഖ്യാപിച്ചാട്ടെ. അതിനെതിരെ ആവനാഴിയും മിന്നുന്ന കുന്തവും ശൂലവും കിലുകിലുക്കുന്നു. എന്നാ എൻ്റെ ആത്മീയാർത്ഥം? മിന്നുന്ന കുന്തവും ശൂലവും കിലുകിലുക്കുന്നു. വെട്ടുന്നൊന്നല്ല, ചുമ്മാ ഒച്ച കേൾപ്പിക്കുക. അത് കേട്ട് പേടിക്കുമെന്ന് ഓർത്താം. അപ്പോൾ കുതിര എന്ത് ചെയ്യും? വായിച്ചേ. അത് ഉഗ്രതയും കോപവും പൂണ്ട് നിലം വിഴുങ്ങുന്നു. നിലം വിഴുങ്ങുക എന്ന് പറഞ്ഞ ഈ കിലുക്കുന്നവരെ വിഴുങ്ങാൻ കൈ കിട്ടിയില്ലല്ലോ, അത് ദൂരെയല്ലേ. അതുകൊണ്ട് മണ്ണ് തിന്നു കളയുമെന്ന് ദേഷ്യം വന്നിട്ട്.
ഇത് അഭിഷേകത്തെക്കുറിച്ചല്ലേ പറയുന്നേ? അഭിഷേകം തിളയ്ക്കുന്നത് എപ്പോഴാ? പ്രതികൂലം വരുമ്പോഴാ. ആണോ? അതെ, ആണോ? അതെ. ശരിക്കും അഭിഷേകം എന്തിനാ? കൈകൊട്ടാനാണോ? അതില്ലേലും കൈകൊട്ടാം. 10-15 മിനിറ്റ് കൈകൊട്ടാൻ. ഇപ്പം തന്നെ ഫുട്ബോൾ കണ്ടാൽ പോരെ? ലോകകപ്പ് കണ്ടുകൊണ്ട് കൈയടിയായിരുന്നു. അഭിഷേകം പ്രാപിച്ചിട്ടാണോ? ഞാനിത് കാണാനൊന്നും നേരവുമില്ല, എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ വിവരവുമില്ല. എന്നാൽ ഈ വർഷം ലോകകപ്പിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ കൊച്ചുമോൻ്റെ അടുത്തായിരുന്നു, ബെൽഫാസ്റ്റിൽ. അത് രാത്രി യോഗം കഴിഞ്ഞ് വന്നപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, അപ്പച്ചാ ഒരു റിക്വസ്റ്റ് ഉണ്ട്, എൻ്റെ കൂടെ ഇന്നൊന്ന് കളി കാണണം. ആ ശരി, കണ്ടേക്കാമെന്ന് പറഞ്ഞു. അന്ന് രാത്രി റൊണാൾഡോ തോറ്റു. എൻ്റെ കൊച്ച് സെറ്റ് ചെയ്യാൻ ഇറങ്ങി കമന്ന് കിടന്ന് കരയുക. എനിക്കാണ് ചിരി വരിക. ഉടനെ അവ പറയുകയാണേ, അപ്പച്ചന് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ശരിയാട്ടോ. ആ, നമ്മളെ കാണിക്കുന്നത് വേറെ വല്ലവർക്കും മനസ്സിലാവുമോ? ആ, അവൻ്റെ അപ്പൻ എന്നോട് പറഞ്ഞു, അവനെ ഇന്ന് രാത്രി എന്തെങ്കിലും പറഞ്ഞൊന്ന് സമാധാനിപ്പിക്കണം, അല്ലേ അവൻ ഉറങ്ങുകയില്ലെന്ന് പറഞ്ഞു. ഞാൻ അന്ന് തൊട്ട് ഈ കഴിഞ്ഞ ആഴ്ച വരെ പ്രാർത്ഥിച്ച് അവൻ്റെ മനപ്രയാസം മാറി. മെസ്സി തോറ്റപ്പോൾ അവൻ്റെ വിഷമം മാറി. മെസ്സി തോറ്റപ്പോൾ കരയുന്നവർ ഇവിടെ ഇരിപ്പുണ്ട്. അത് നമ്മളറിഞ്ഞാൽ മതി, അധികം പേര് അറിയണ്ട. ഇത് ഞാൻ വേറെടുത്ത് പറഞ്ഞപ്പോൾ പറഞ്ഞു, മെസ്സി തോറ്റത് നന്നായി എന്ന് പറഞ്ഞാൽ പിള്ളേർ പാസ്റ്ററെ അടിക്കുമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ എന്നെ സംബന്ധിച്ച് വലിയ ആശ്വാസമായി. കാരണം ആ വീട്ടിൽ 2 ടീമാണ്, അപ്പൻ മെസ്സിയും മോൻ റൊണാൾഡോയും. ഇതിൻ്റെ പകുതി ആവേശം ഈ വിഷയത്തിലുണ്ടായിരുന്നെങ്കിൽ പത്ത് വയസ്സുള്ള കൊച്ചിനെ എന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. എന്നാലും ഞാൻ ചോദിച്ചു, മോനെ നീ സുവിശേഷം കേട്ടിട്ട് കരഞ്ഞിട്ടുണ്ടോ? പിന്നെ അപ്പച്ചന് അതേ ഉള്ളൂ. അപ്പം ഇച്ചിരി കഴിഞ്ഞ് പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് ഓർത്തിരിക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ മൈലുകൾക്കകലെ നടക്കുന്ന കളിക്ക് ഇവിടെ ഇരുന്ന് കരയാൻ മാത്രം വാശിയും വീറും മനുഷ്യർക്കുണ്ട്, അല്ലേ? ഇതാണ് സുവിശേഷകന്റെ ആത്മാവ്. ഇതിൽ കുറഞ്ഞതൊന്നും അഭിഷേകമല്ല. മിന്നുന്ന കുന്തവും ശൂലവും കിളിയിലുകുന്നു. അപ്പോൾ കുതിര ഉഗ്രതയും കോപവും പൂണ്ട് നിലം വിഴുങ്ങുന്നു. വികാര പ്രകടനങ്ങൾ അടക്കി വെക്കാത്ത ജീവിയാണ് കുതിര. പെന്തക്കോസ്തുകാരോ? അടക്കി വെക്കരുത്. വെക്കരുത്. വികാര പ്രകടനങ്ങൾ അടക്കി വെക്കാത്ത ജീവിയാണ് കുതിര. ഒരു 2 ആഴ്ച യുദ്ധം ലംഘിയ 2 ആഴ്ച മണ്ണ് മുഴുവൻ കടിച്ചു തിന്നും. അത് നമുക്കെന്നും യുദ്ധമല്ലേ? നിങ്ങൾ കേൾക്കുന്നുണ്ടോ മിന്നുന്ന കുന്തം കിലുക്കുന്ന ഒച്ച? 2 കൊല്ലമായിട്ട് അതിൻ്റെ ഒച്ചയാണ് ഇന്ത്യയിൽ മുഴുവനും. ദൈവസഭ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ആവേശഭരിതരാകണം. ദൈവസഭ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ആവേശഭരിതരാകണം. ഗ്ലോറി ടു ഗോഡ്. അഭിഷേകം തിളച്ചു മറിയുന്നൊരു സമയമുണ്ട്. ഉദാഹരണം പറയാം. യുദ്ധഭൂമിയിൽ സഹോദരങ്ങളെ കാണാൻ പോയ ദാവീദ് അവർക്ക് വേണ്ടി കൊടുക്കാൻ കൊണ്ടുപോയ സ്നാക്സ് കൊടുത്തു. അപ്പോൾ ഒരു ശബ്ദം കേട്ടു. അത് ഗോലിയാത്തിന്റെ ശബ്ദമാണ്. ഗോലിയാത്തിന്റെ ഉയരം 9 അടിയാ. 9 അടി. അവൻ ഇട്ടിരിക്കുന്ന ഉടുപ്പ് 30 കിലോയുടെയാ.
അവൻ്റെ വടി 10 കിലോയുടെയാണ്. 30 കിലോയുടെ ഉടുപ്പിട്ടാൽ പിന്നെ നമ്മൾ എഴുന്നേറ്റ് നിൽക്കുകയില്ല. അത്ര നമുക്കുള്ളൂ ആരോഗ്യം. 30 കിലോ വെയിറ്റ് ഉണ്ട് അവൻ ഇടുന്ന ആ നെഞ്ചത്തിടുന്ന സാധനത്തിന്. 9 അടി ഉയരം. ദാവീദ് അവൻ്റെ മുമ്പിൽ ഒന്നുമില്ല. പക്ഷെ അവൻ്റെ ഈ വെല്ലുവിളി കേട്ടപ്പോൾ ദാവീദിന്റെ ഉള്ളിലുള്ള അഭിഷേകം തിളച്ചു മറിയാൻ തുടങ്ങി. ദാവീദിനേക്കാൾ പൊക്കവും വണ്ണവുമുള്ളവരാണ് ദാവീദിന്റെ ചേട്ടന്മാര്. അവരെല്ലാം ആർമിയിലുണ്ട്. ദാവീദ് അവിടെ നിന്നുകൊണ്ട് ഈ ശബ്ദം എന്താന്ന് കേട്ടു. അവൻ ആവേശഭരിതനായി എതിർപ്പുകളുടെ മുൻപിൽ തിളയ്ക്കുന്നൊരു അഭിഷേകവുമായി സഭയെ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നു. ആ ടീമിലേക്ക് നാം ഇന്ന് രാത്രി കയറണം. അതിനാണ് അഭിഷേകം. ദാവീദിന്റെ ചേട്ടൻ ദാവീദിനെ അടുക്ക വിളിച്ചിട്ട് പറഞ്ഞു, നിന്റെ ഈ നഗളം ചെറുപ്പം മുതൽ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. മര്യാദയ്ക്ക് വീട്ടിൽ പൊക്കോണം. ദാവീദ് ചേട്ടനോട് ഗുസ്തി പിടിച്ചില്ല. കാരണം നമ്മുടെ ലക്ഷ്യം ചേട്ടന്മാരല്ലല്ലോ. പെട്ടെന്ന് ആളുകൾ ഇങ്ങനെ ട്രാക്ക് മാറിപ്പോവുക. ചേട്ടനുമായിട്ടങ്ങ് ഉടക്കിയ ജീവിതം പാഴായി പോവും. ചേട്ടനോട്ട് നന്നാകത്തുമില്ല, നമ്മുടെ ജോലി നടക്കത്തുമില്ല. എല്ലായിടത്തും ഉണ്ട് 1-2 ചേട്ടന്മാർ. ജോസഫിനുണ്ടായിരുന്നു, ദാവീദിനുണ്ട്, മുടിയമ്പുത്രനുണ്ട്. ആർക്കാ ഇല്ലാത്ത? ഇവിടെ ഉണ്ടോ? കാണും, ഇല്ലാതെ വരികയല്ല. മനുഷ്യരല്ലേ. ചേട്ടന്മാരെന്നുള്ളതിൻ്റെ ശരിയായ മീനിങ് ഇതാണ്, ഡിസ്കറേജ് ചെയ്യുന്ന ആളുകളെന്ന് മാത്രം എടുത്താൽ മതി അർത്ഥം. ഇവിടെ ഉണ്ടായിരിക്കുമല്ലോ അല്ലേ. പ്രൈസ് ലോർഡ്. അവരെ വിട്ടൊഴിഞ്ഞുകൊള്ളുക, വഴി മാറിപ്പോക്കണം. കാരണം അവർക്കൊരു ഗോളില്ല. അവരിങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നോളും. ദാവീദ് അവിടുന്ന് മാറി അടുത്തൊരു സ്ഥലത്ത് നിന്ന് ചോദിച്ചു, ഇതെന്തായി കേൾക്കുന്നേ? അവർ പറഞ്ഞു, ഇങ്ങനെ ഒരു മനുഷ്യനിങ്ങനെ വെല്ലുവിളിക്കുന്ന, അവനെ തോൽപ്പിച്ചാൽ എന്ത് കിട്ടും? അവർ പറഞ്ഞു, അവനെ തോൽപ്പിച്ചാൽ നിനക്ക് ഇനി ഒരിക്കലും ടാക്സ് കൊടുക്കണ്ട. ടാക്സ് ഫ്രീ ആണോ? അതെ. പിന്നെ വല്ലതും ഉണ്ടോ? പിന്നെ രാജാവിൻ്റെ മകളെ കല്യാണം കഴിച്ചു തരും. എനിക്ക് വന്ന ഇതിനു മുമ്പ് അവിടെ പോയിട്ടുണ്ട്, അന്നേരം കണ്ടിട്ടുണ്ട്. അപ്പോൾ പുള്ളി പലരോടും പറഞ്ഞു, അത് ചെറിയ കാര്യമല്ല. ഇടയ്ക്കൊരു കാര്യം പറഞ്ഞേക്കാം. ഗിഫ്റ്റായിട്ട് കിട്ടുന്ന കല്യാണം കഴിക്കരുത്. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ദാവീദ് എല്ലാ കാര്യത്തിനും ആലോചന ചോദിക്കുന്ന ആളാണ് അല്ലേ. ഭാര്യയും മക്കളെയും ശത്രുക്കൾ പിടിച്ചുകൊണ്ട് പോയപ്പോൾ ഉടനെ മുട്ടുകുത്തി, ഞാൻ ഇവരെ പിന്തുടരണോ? അങ്ങനെയാണ് ഈ കല്യാണാലോചനയ്ക്ക് അങ്ങനെ മുട്ടുകുത്തിയോ? ഇല്ല. കാരണം ഇഷ്ടപ്പെട്ടു. പണ്ട് ഈ വീണ വായിക്കാൻ പോകുമായിരുന്നു പപ്പായ്ക്ക് സുഖമില്ലാത്തപ്പോൾ. അന്നേരം ആ സഹോദരി അതിലെ ചുറ്റിക്കറങ്ങി നടന്നു എന്നാണ് എൻ്റെ ഒരു ചിന്ത. ആ പ്രായമല്ലേ, ആര് പറഞ്ഞാലാ കേൾക്കുക. ആ സഹോദരിയിൽ നിന്നും പുള്ളിക്ക് ഒരു ഗുണം ഉണ്ടായിട്ടില്ല. ഡിസ്കറേജ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. പിന്നെ എന്നാ ചെയ്യാനാ, കെട്ടിപ്പോയില്ലേ. ഏതായാലും പുള്ളി അത് അന്ത്യം വരെ ചുമന്നെന്നാണ് തോന്നുന്നത്. അങ്ങനെയൊക്കെ ചുമക്കുന്ന ആളുകളെ എനിക്കറിയാം. വെളിയിൽ പറയാൻ മേലാത്തതുകൊണ്ട് അവർ സഹിക്കുകയാണ്. മാറ്റം വരുത്താൻ പറ്റുമോ എന്ന് നോക്ക്. എൻകറേജ് ചെയ്യുന്നവരാകുക,
സ്തോത്രം, 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 സ്തോത്രം. ദാവീദ് അടുത്തയാളോട് ചോദിച്ചു, ഇതെന്തായി കേൾക്കുന്നേ? ഒടുവിൽ ആളുകൾ ഇവനെ രാജാവിൻ്റെ കൊട്ടാരത്തിലെത്തിച്ചു. രാജാവ് ചോദിച്ചു, നീ ഇവനെ നേരിടുവോ? അവൻ പറഞ്ഞു, ഞാൻ നേരിടും. നിനക്കതിനുള്ള ആരോഗ്യമില്ലല്ലോ, അത് സാരമില്ല. നിനക്കതിനുള്ള യൂണിഫോം ഇല്ലല്ലോ, അതും സാരമില്ല. നിനക്ക് ട്രെയിനിങ് ഉണ്ടോ, അതും സാരമില്ല. ഒരു ചാൻസ് എനിക്ക് തന്നാൽ മതി. എങ്ങനെ ഇങ്ങനെ പറയാൻ പറ്റും? ഇത് അവൻ്റെ മേൽ വീണ തൈലത്തിൻ്റെ പ്രത്യേകതയാണ്. നിങ്ങളിൽ ചിലർക്ക് ഈ മെസ്സേജ് പ്രയോജനപ്പെടാതെ പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. കാരണം പാസ്റ്ററെ, അങ്ങനെ ഒരു അഭിഷേകം എനിക്കില്ലല്ലോ. ഇല്ലെങ്കിൽ പ്രാപിക്കാലോ. എല്ലാവർക്കും വേണ്ടിയല്ലേ ഈ വാഗ്ദത്തം തന്നിരിക്കുന്നത്. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കുമുള്ളതല്ലോ. ഈ ദൂരസ്ഥൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാവോ? ഈ പാരമ്പര്യവുമായി ഒരു ബന്ധവുമില്ലാത്തവർക്കും കൂടെയുള്ളതാണ് ഈ അവകാശം. യാതൊരു ക്രിസ്തീയ പാരമ്പര്യവും ഇല്ലാത്തവർക്കും കൂടെയുള്ളതാണ് അഭിഷേകം എന്ന വാഗ്ദത്തം. അതിനെ ഇന്ന് രാത്രി പ്രാപിക്കാമല്ലോ. ആ തെറ്റിദ്ധാരണയും മുൻവിധിയും കളഞ്ഞിട്ട് വിനയത്തോടെ ഇന്ന് രാത്രി അപേക്ഷിക്കൂ. തിളച്ചുമറിയുന്ന ഒരു അഭിഷേകത്തിലേക്ക് ദൈവം സഭയെ മാറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കവിഞ്ഞൊഴുകുന്ന ഒരു അഭിഷേകത്തിലേക്ക്, ആർക്കും കൺട്രോൾ ചെയ്യാൻ മേലാത്തൊരു അഭിഷേകത്തിലേക്ക്, നിറവിലേക്ക് സഭയെ ദൈവം മാറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ശൗലിൻ്റെ പെർമിഷനോടുകൂടെ ദാവീദ് അവനെ എതിർത്തു. ദാവീദിനെ അവൻ പുച്ഛിച്ചു. നീ എൻ്റെ നേരെ കല്ലുമായിട്ടാണോ വരുന്നത്? ദാവീദിന് ഇതിനൊന്നും മറുപടിയൊന്നും കാര്യമായിട്ടില്ല. ആക്ഷനേ ഉള്ളൂ. സ്തോത്രം. എന്താണ് ദാവീദിൻ്റെ പ്രത്യേകത? ഒറ്റ പ്രത്യേകതയുള്ളൂ, അവൻ്റെ മേൽ വീണ തൈലമാണത്. നമ്മുടെ അഭിഷേകം ജ്വലിക്കേണ്ടത് ചർച്ചിൽ വെച്ചല്ല, നമ്മുടെ പ്രതിസന്ധികളുടെ നടുവിലാണ്, നമ്മുടെ പ്രതികൂലങ്ങളുടെ നടുവിലാണ്, സുവിശേഷ വേലയുടെ മുമ്പിലാണ്, സ്പിരിച്വൽ വാർഫെയറിന് മുമ്പിലാണ്, ആത്മീക യുദ്ധത്തിന് മുൻപിലാണ് നമ്മുടെ അഭിഷേകം തിളച്ചു മറിയേണ്ടത്. നോക്കൂ, യോബിന്റെ പുസ്തകം 39-ാം അധ്യായം 24-ാം വാക്യം. അത് ഉഗ്രതയും കോപവും പൂണ്ട് നിലം മുഴങ്ങുന്നു. കാഹളനാദം കേട്ടാൽ അത് അടങ്ങി നിൽക്കയില്ല. കാഹളനാദം യുദ്ധത്തിന്റെ അനൗൺസ്മെന്റ് ആണ്. അതിന്റെ ചെവി വ്യത്യസ്തമാണ്. മറ്റ് ശബ്ദങ്ങളൊന്നും അത് പിടിക്കില്ല, ക്യാച്ച് ചെയ്യത്തില്ല. യുദ്ധത്തിന്റെ കാഹളനാദമാണ് ചാടിപ്പിടിക്കുന്നത്. നമ്മുടെ കാതുകൾക്കൊരു അഭിഷേകം വീഴട്ടെ. ഹല്ലേലൂയ. നമ്മുടെ കാതുകൾക്കൊരു അഭിഷേകം വീഴട്ടെ. നമ്മുടെ കണ്ണുകൾക്കൊരു അഭിഷേകം വീഴട്ടെ. കാലഘട്ടത്തിന്റെ ശബ്ദം കേൾക്കാൻ. ഗ്ലോറി 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 ഗ്ലോറി. കാലഘട്ടത്തിന്റെ ശബ്ദം കേൾക്കാൻ ചെവിക്കൊരഭിഷേകം എനിക്ക് തരണേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കുക. ഗ്ലോറി 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 ഗ്ലോറി. കാലുകൾക്ക് അഭിഷേകം, കൈകൾക്ക് അഭിഷേകം, കണ്ണുകൾക്ക് അഭിഷേകം, കാതുകൾക്ക് അഭിഷേകം. എൻ്റെ ദൈവമേ, എൻ്റെ ചെവിയെ മാറ്റണേ. നെഗറ്റീവായുള്ള കാര്യങ്ങൾ ചാടി പിടിക്കുന്ന എൻ്റെ ചെവിക്കൊരു മാറ്റം വരുത്തണേ. ഗ്ലോറി 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 ഗ്ലോറി. ആത്മാവിലൊന്ന് ഏറ്റെടുത്തേ. ഞാൻ പ്രവചിക്കുന്നു, നിന്റെ കാതുകൾക്ക് ദൈവം ഇന്ന് രാത്രി ഒരു പുതിയ അനോയിന്റിംഗ് തരികയാണ്.
ഗ്ലോറി, 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 ഗ്ലോറി. കർത്താവേ, റിയലി അത് ഈ രാത്രി സംഭവിക്കട്ടെ. ഇപ്പോൾ തന്നെ ജലത്തിന്റെ മേൽ അതൊരു കൊടുങ്കാറ്റ് പോലെ അടിക്കട്ടെ. ഹല്ലേലൂയ. കാഹളനാദം കേട്ടാൽ അടങ്ങി നിൽക്കില്ല. 2 കാഹളമാണ് ഇസ്രായേലിനുള്ളത്. ഒന്ന് വിളിച്ചുകൂട്ടാനും മറ്റത് പുറപ്പെടുവിക്കാനും. പെന്തക്കോസ്ത് നാളിൽ വിളിച്ചുകൂട്ടുന്ന കാഹളം മുഴങ്ങി, അത് ഇന്നും മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. സഭ പുറപ്പെടാനുള്ള കാഹളം മുഴങ്ങാൻ പോകുന്നു. ഇത് വല്ലത് കേൾക്കുന്നുണ്ടോ? ഹല്ലേലൂയ. അടങ്ങിയിരിക്കരുത്, ഇനിയും അടങ്ങിയിരിക്കരുത്. വാക്യം 25. കാഹളനാദം ധ്വനിക്കും തോറും അത് ഹാ ഹാ എന്ന് ചിനയ്ക്കുന്നു. പടയും പടനായകന്മാരുടെ മുഴക്കവും ആർപ്പും ദൂരത്ത് നിന്ന് മണക്കുന്നു. ദൂരത്ത് നിന്ന് ഭയങ്കര സ്മെല്ലിംഗ് ആണ്. സീസൺ സ്മെല്ല് ചെയ്യുന്ന ഒരു പ്രത്യേക ഗിഫ്റ്റ് കുതിരയ്ക്കുണ്ട്, സഭയ്ക്കുണ്ട്. സഭയ്ക്കുണ്ടെന്നേ, നമുക്കുണ്ടെന്നേ, ദൈവജനത്തിനുണ്ടെന്നേ, പ്രാർത്ഥിക്കുന്നവർക്കുണ്ടെന്നേ. സീസൺ സ്മെല്ല് ചെയ്യുന്ന ഒരു പ്രത്യേക വരം സഭയ്ക്കുണ്ട്. ആ ഓർഗൻ ഒന്ന് വർക്ക് ചെയ്യട്ടെ. കുതിരയ്ക്കൊരു ദേശത്ത് നിൽക്കുമ്പോൾ അറിയാം യുദ്ധത്തിൻ്റെ സമയമായി. അഭിഷേകമുള്ളവനൊരു സ്ഥലത്ത് നിൽക്കുമ്പോൾ അറിയാം ഇത് സാത്താൻ്റെ സിംഹാസനമുള്ള സ്ഥലമാണ്, ഇവിടെ പോരാട്ടം കൂടുതലുള്ള സ്ഥലമാണ്. എന്നാൽ ഒരു വിജയമുണ്ടെന്ന് തിരിച്ചറിയുന്ന ഒരു ആത്മീയ വിവേചനമുള്ളവർ. താങ്ക് യു ജീസസ്. കാലാളുകളോടുകൂടെ ഓടിയിട്ട് നീ തളർന്നു പോയാൽ കുതിരകളോടുകൂടെ എങ്ങനെ മത്സരിച്ചോടും? ദൈവത്തിൻ്റെ സ്വപ്നം നീ കുതിരയെ പോലെ എന്നാണ്. തീർന്നില്ല. ദൈവത്തിൻ്റെ സ്വപ്നം നീ കഴുകനെ പോലെ എന്നാണ്. അത് യെശയ്യാവിലാണ് കിടക്കുന്നത്. ബാല്യക്കാർ ക്ഷീണിച്ചു പോകും, യൗവനക്കാരും ഇടറി വീഴും. എന്നാൽ യഹോവയെ കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കും. കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. അപ്പൊ ദൈവത്തെ കാത്തിരിക്കുന്ന ഭക്തന് ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കും. ഇരുന്നപ്പം മനുഷ്യനാ, എഴുന്നേറ്റപ്പോൾ കഴുകനാ. ഫാസ്റ്റിങ് തുടങ്ങിയതുപോലെ അല്ല തീരുന്നത്, പ്രാർത്ഥനയ്ക്ക് വന്നതുപോലെയല്ല തിരിച്ചു പോകുന്നത്. പുതിയ ചിറകുമായി, പുതിയ കണ്ണുകളുമായി, പുതിയ വേഗതയുമായി നീ പുറത്തേക്ക് പോകാൻ പോകുന്നു. ട്രാൻസ്ഫോർമേഷനെ കുറിച്ച് 3 എക്സാമ്പിളാണ് ഉള്ളത്. 1 ചിത്രശലഭം, 2 സർപ്പം, 3 കഴുകൻ. ചിത്രശലഭം ഒരു പുഴുവായിട്ടാണ് ആരംഭിക്കുന്നത്, ഒരു പറവയായിട്ടാണ് അവസാനിക്കുന്നത്. നമ്മുടെ കാര്യമല്ലേ? പുഴുവായ യാക്കോബേ എന്നാ ദൈവജനത്തെ വിളിക്കുന്നേ. ആരംഭം അങ്ങനെയാണ്. എന്നാൽ ഒരു പ്യൂപ്പ ഹവർ ടൈമിന് ശേഷം അതിൻ്റെ ഷെയ്പ്പ് മാറി, അത് പറക്കാൻ തുടങ്ങി. സർപ്പം
കുറേ വയസ്സാകുമ്പം, ക്ഷീണം വരുമ്പം, കണ്ണിൻ്റെ കാഴ്ച കുറയുമ്പം, കേൾവി കുറയുമ്പം, സ്പീഡ് കുറയുമ്പം സർപ്പം റെസ്റ്റ് എടുക്കും. റെസ്റ്റ് എടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ പുറത്തെ തോട് പൊളിയും. എന്നിട്ട് ഒരു കല്ലിൻ്റെ ഇടയിൽ കൂടെ കടന്നങ്ങ് പോകുമ്പോൾ ഒരു പാമ്പിൻ്റെ മുഴുവൻ രൂപത്തിൽ ഒരു തോട് പൊളിഞ്ഞു കിടക്കുന്ന കാണാം. കണ്ടിട്ടുണ്ടോ? ഉണ്ട്. അപ്പോൾ പിന്നീട് പാമ്പ് ആ സമയത്ത് വെളിയിൽ ഇറങ്ങുകയില്ല. പിന്നീട് ശരീരം ഒന്ന് ബലപ്പെട്ടിട്ട് ഇറങ്ങത്തുള്ളൂ. പിന്നെ അതിൻ്റെ ആയുസ് ഇരട്ടിയാവും. മൂന്നാമത്തെ എക്സാമ്പിൾ കഴുകനാണ്. കഴുകനും പ്രായമാകുമ്പോൾ അത് ഉയരങ്ങളിൽ പോയി വിശ്രമിക്കുമത്രേ. അതിൻ്റെ ചുണ്ടുകളും നഖങ്ങളുമെല്ലാം പറഞ്ഞു പോകും. അതിൻ്റെ തൂവലുകളെല്ലാം അത് തന്നെ കൊത്തിപ്പറിക്കും. ദീർഘനാളത്തെ വിശ്രമത്തിന് ശേഷം പുതിയ തൂവലുകൾ വരും. കണ്ണിൻ്റെ ചെതുമ്പലൊക്കെ പൊളിഞ്ഞു പോകും. പുതിയ കാഴ്ച കിട്ടും. പുതിയ ചുണ്ട്, പുതിയ നഖം. അങ്ങനെ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നു ഇവയ്ക്കെല്ലാം. ഈ പ്രാർത്ഥനയ്ക്ക് നീ ഇരുന്നത് ഒരു പുഴുവിനെ പോലെയാണെങ്കിൽ, ഈ പ്രാർത്ഥന കഴിഞ്ഞ് നീ എഴുന്നേൽക്കുന്നത് ഒരു കഴുകനെ പോലെ ആവട്ടെ. ഈ ട്രാൻസ്ഫോർമേഷനിൽ ഒരെണ്ണമാണ് പെർഫെക്റ്റ് എക്സാമ്പിൾ. അത് ബട്ടർഫ്ലൈ ആണ്. ബട്ടർഫ്ലൈയുടെ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് വൺ സൈഡ് അല്ല, കംപ്ലീറ്റ് ആണ്. അതിൻ്റെ ഫുഡ് മാറി, അതിൻ്റെ ഷേപ്പ് മാറി, അതിൻ്റെ ലിവിങ് ലെവൽ മാറി, സ്റ്റൈൽ മാറി, കമ്പനി മാറി. പുഴുവിൻ്റെ കൂടെ ഇപ്പം ബന്ധമേ ഇല്ല. വഴിക്ക് വെച്ച് കണ്ടാൽ ഹായ് എന്ന് പോലും പറയല. വേറെ ലോകമായിപ്പോയി. എന്നാ ഭംഗിയാണ് കാണാൻ. ഒരു ചെടിയെ പോയിരുന്ന ചെടി മുഴുവൻ തിന്ന് മുടിക്കുകയായിരുന്നു കഴിഞ്ഞ ജന്മത്തിൽ. ഇപ്പം ചെടിയെ പോയിരുന്നാൽ ചെടിക്ക് നോവാതെ, പൂ പറിക്കാതെ തേനെടുത്തുകൊണ്ട് പോകും. നന്മയല്ലാതെ ഒന്നും ചെയ്യത്തില്ല. ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വേണം. പാമ്പിൻ്റെ തൊലി പോയെന്നേ ഉള്ളൂ, വിഷം പോയിട്ടില്ല. ചിലർ വെറുതെ ട്രാൻസ്ഫോർമേഷൻ എന്നൊക്കെ പറഞ്ഞ് കയ്യടിയല്ലാതെ ബിഹേവിയറിൽ ഒരു മാറ്റമില്ല. ഒരു സായിപ്പ് മിഷണറിയാണ്. മല കയറിപ്പോകുമ്പോൾ ഒരു പാമ്പും കുഞ്ഞ് ഐസിനകത്ത് കിടന്ന് ചാകാൻ പോണ കണ്ടോണ്ട് അതിനെ എടുത്ത് കമ്പിളിക്കോട്ടിൻ്റെ അകത്തെ പോക്കറ്റിൽ ഇട്ടു. മിഷണറിയല്ലേ, മനസ്സലിവാ. കമ്പിളിക്കകത്ത് കിടന്ന് നല്ല ചൂട് കിട്ടിയപ്പം ഉഷാറായപ്പോൾ ഒരു കൊത്തു കൊടുത്തു. പുള്ളി അതിനെ എടുത്ത് പുറത്തിട്ട് ചോദിച്ചു, ഞാൻ നിന്നെ ഈ തണുപ്പത്ത് രക്ഷിച്ചിട്ട് നീ എന്നെ കടിച്ചതെന്തിനാ? അത് പറഞ്ഞ് എനിക്ക് ആകെ ഇതേ അറിയത്തുള്ളൂ. സ്വഭാവം മാറുന്നില്ല. എന്ത് സഹായം ചെയ്താലും, KFC മേടിച്ചു കൊടുത്താലും സ്വഭാവം അത് തിന്നുമ്പോൾ ഉള്ള ഇതേ ഉള്ളൂ. ബിഹേവിയർ മാറുന്നില്ല. കഴുകന് നല്ല മാറ്റങ്ങളൊക്കെ വന്നെങ്കിലും ചാപ്പാട് മാറുന്നില്ല. ശവം എവിടെയുണ്ടോ അവിടെ ഇവനുണ്ട്. അപ്പോൾ ഈ കഴുകനെ പോലെ എന്നുള്ള ആ കാര്യം പെർഫെക്റ്റ് ട്രാൻസ്ഫോർമേഷൻ അല്ല. ചാപ്പാട് മാറിയോ? ദുർഗന്ധമുള്ളതിനോടിഷ്ടമാണോ? നമ്മൾ വീട്ടിൽ വളർത്തുന്ന പട്ടിയോ വഴിയിലുള്ള പട്ടിയോ ഏതെങ്കിലും റോസാപ്പൂവിൻ്റെ അടുക്ക പോയി ഇന്ന് മണക്കുന്ന കണ്ടിട്ടുണ്ടോ? ഇല്ല. ദുർഗന്ധം പിടിക്കാനേ ഈ മൂക്കിന് കഴിവുള്ളൂ, സുഗന്ധം പിടിക്കാനുള്ള കഴിവില്ല.
ഇൻട്രസ്റ്റ് മാറിയോ? രുചി മാറിയോ? വീക്ഷണം മാറിയോ? സ്പീഡ് മാറി എന്നുള്ളത് സമ്മതിച്ചു. പക്ഷെ വീക്ഷണം മാറിയോ? ഇൻട്രസ്റ്റ് മാറിയോ? ട്രാൻസ്ഫോർമേഷൻ, ഒരു കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തേ. ദൈവത്തിൻ്റെ സ്വപ്നത്തിൽ ജീവിക്കുക. നീ ഇന്നുള്ളതിനേക്കാൾ വലിയ കാര്യം ചെയ്യാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ മേൽ വീണ അഭിഷേകം ഓർഡിനറിക്ക് വേണ്ടിയുള്ളതല്ല. വിശ്വസിച്ചുകൊണ്ട് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എഴുന്നേറ്റ് നിൽക്കാം. 2 പേരോ 3 പേരോ കൈകൊടുത്ത് നിന്നാട്ടെ, ചേർന്ന് തിരിഞ്ഞ് ഫേസ് ടു ഫേസ്. 2 പേരോ 3 പേരോ ഫേസ് ടു ഫേസ് നിന്നാട്ടെ. ഒന്ന് പ്രാർത്ഥിച്ചേ, അന്യോന്യം പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചേ. ഇച്ചിരൂടെ ശബ്ദമുയർത്തി അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചേ. ഇന്ന് ചെയ്യുന്നതിനേക്കാൾ വലിയ കാര്യങ്ങൾ, ഇന്ന് കാണുന്നതിനേക്കാൾ ദൂരെ കാണുവാൻ നീ വിളിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ മേൽ വീണ അഭിഷേകം സാധാരണ കാര്യങ്ങൾ ചെയ്യാനല്ല, അസാധാരണ കാര്യങ്ങൾ ചെയ്യാനുള്ള അഭിഷേകമാണ്. യുദ്ധം കാണുമ്പോൾ തിരിഞ്ഞോടുകയല്ല, യുദ്ധത്തിന് നേരെ ചെല്ലുവാൻ ഒരഭിഷേകം. കഴിഞ്ഞ 1.25 മണിക്കൂർ വിവിധ ദൂതുകൾ ദൈവം പറയുകയായിരുന്നു. അതൊന്ന് ഏറ്റെടുത്ത് അടുത്ത് നിൽക്കുന്ന ആളുകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചേ. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ ദൈവശക്തിയുടെ വ്യാപാരം ഈ ആലയത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതിനാൽ സ്തോത്രം. ഈ സാധാരണ മനുഷ്യരോടുകൂടെ നടന്ന് തോറ്റുപോകാതെ ഒരു നെക്സ്റ്റ് ലെവൽ വാക്കിംഗ്, ഒരു നെക്സ്റ്റ് ലെവൽ തിങ്കിങ്, ഒരു നെക്സ്റ്റ് ലെവൽ ടോക്കിംഗ്, ഒരു നെക്സ്റ്റ് ലെവൽ ആക്ടിങ് ഈ ജനത്തിന്റെ മേൽ ഞാൻ റിലീസ് ചെയ്തു.